പെരുന്നാൾ നമസ്കാരം തുടങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും. വിവിധ ജില്ലകളിൽ നിന്ന് അതിന്റെ വിവരങ്ങൾ വരികയാണ്. ഇപ്പോൾ മലപ്പുറത്ത് മാദിൻ ഗ്രാൻഡ് മസ്ജിദിൽ സമീർ ബിൻ കരീം ഉണ്ട്. സമീർ അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകും. സമീർ, അവിടെ ചടങ്ങുകൾ തുടങ്ങിയോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജയകുമാർ, ഈദ് മുബാറക്ക് 7:30 ഇവിടെ നമസ്കാരം നടക്കുക എന്നുള്ളതാണ്. ഇവിടെ നിരവധിയായിട്ടുള്ള വിശ്വാസികൾ പള്ളികളിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം തന്നെ പള്ളിയിൽ കയറിക്കൊണ്ട് പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 7:30 കൂടി തന്നെ ഈ നമസ്കാരം ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്കിവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പുത്തൻ വസ്ത്രമൊക്കെ ധരിച്ച് പള്ളിയിലോട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞു കുട്ടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താ മോന്റെ പേര്? മുഹമ്മദ് സിനാൻ. നിസ്കരിക്കാൻ വന്നാണോ? ഡ്രസ് പുതിയതാണോ? ആരാ വാങ്ങിച്ചെന്നേ? ഓ, ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് എന്താ പരിപാടി? ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ വീട്ടില്? എന്താ, ബിരിയാണിയാണോ? ബിരിയാണിയും അപ്പം. ഓ, ആണോ? ഉഷാറാണോ? ഓക്കെ. അതുപോലെ നിരവധി കുട്ടികൾ ഇവിടെ പള്ളിയിൽ നമസ്കാരത്തിനായി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പള്ളിയിൽ ഉസ്താദ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഉസ്താദ്, പെരുന്നാളിന്റെ ഒരു സന്തോഷത്തിലും ഒക്കെയാണല്ലേ, എന്താ പറയാനുള്ളത്? 29 ദിവസത്തെ റമദാൻ നോമ്പ് അനുഷ്ഠിച്ച് മുഅ്മിനീങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, മാദിൻ ഗ്രാൻഡ് മസ്ജിദിൽ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നിസ്കാരം ആരംഭിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. എല്ലാവർക്കും പ്രേക്ഷകർക്കും മുഴുവനും പെരുന്നാൾ സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. സന്തോഷം. ഓക്കെ, അങ്ങനെ പെരുന്നാൾ സന്തോഷങ്ങൾ എല്ലാവരും നേരുകയാണ്. ഇവിടെ വിശ്വാസികളൊക്കെ തന്നെ പള്ളിയിൽ തടിച്ചു കൂടിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ പ്രത്യേകമായിട്ടുള്ള പെരുന്നാൾ നമസ്കാരത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് കുടുംബബന്ധങ്ങൾ പുലർത്തി അങ്ങനെ വ്യത്യസ്തമായ ഒരു പെരുന്നാൾ ആഘോഷത്തിലേക്ക് വിശ്വാസികൾ ഇപ്പോൾ കടക്കുകയാണ്. എസ് കെ.